അല്ല, എനിക്കറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. ഈ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൂട്ടിക്കൊടുപ്പുകാരന്റെ ജാതിയും മതവും ഒന്ന് ചർച്ച ചെയ്യാത്ത എന്താ? അതൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഈ ജെഫ്രി എപ്സ്റ്റീൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നുള്ളത് അറിയുമോ? അദ്ദേഹം വലിയൊരു മാഷായിരുന്നു, ഒരു സ്കൂളിലെ കണക്കധ്യാപകനായിരുന്നു, വളരെ കണിശതയുള്ള അധ്യാപകനായിരുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ അധ്യാപനത്തിനിടയിൽ വലിയ ഒരു സ്കൂളായതുകൊണ്ട് ആ സ്കൂളിലെ നല്ല റിച്ചായിട്ടുള്ള വളരെ സമ്പന്നരായിട്ടുള്ള രക്ഷകർത്താക്കളെയൊക്കെ പരിചയപ്പെട്ട് പിന്നെ ആ രക്ഷകർത്താക്കളുടെ ഒരു പ്രധാനപ്പെട്ട ആളായി അതിലൊരാൾ ഒരു ഫണ്ട് റൈസറായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവാണ് ജെഫ്രി എപ്സ്റ്റീനെ. എന്ന് വെച്ചാൽ സാമ്പത്തികം ശേഖരിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെയൊക്കെ ആളായിട്ട്. പിന്നീട് ജെഫ്രി എപ്സ്റ്റീൻ അറിയപ്പെടുന്നത് എപ്സ്റ്റീൻ ഫിനാൻസിയേഴ്സ് എന്നുള്ള രീതിയിലാണ്. അതിലൂടെയാണ് ഒരുപാട് ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാനും അത് വിനിയോഗിക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ വിനിയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നേരെ അദ്ദേഹം സഞ്ചരിച്ച് ഈ പറയുന്ന നക്ഷത്ര വേശ്യാലയത്തിൽ എത്തിച്ചേരുന്നത്. അതിനെ നക്ഷത്ര വേശ്യാലയം എന്നൊന്നും പറഞ്ഞുകൂടാ. കാരണം അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ ഈ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റ് ഈ ഇരകൾക്ക് കിട്ടുന്നു എന്ന് വരും. ഇതങ്ങനെയല്ല. 10, 8, 7, 9, 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ വളരെ ആസൂത്രിതമായി വിജനമായ ഒരു നക്ഷത്ര സൗകര്യമുള്ള ഒരു ദ്വീപിലെത്തിച്ച് അവിടെ വെച്ച് കൂട്ടിക്കൊടുത്ത് ലോകത്തെ മുഴുവൻ കീഴടക്കിയ, ഇന്നും രാജ്യങ്ങളിൽ നടക്കുന്ന വാണിജ്യ കരാറുകളിലും അടക്കമുള്ള കാര്യങ്ങളിൽ ഒപ്പിടുന്ന, ഇന്ത്യയിൽ പോലും അമേരിക്കയ്ക്ക് കീഴടങ്ങി വാണിജ്യ കരാറിൽ ഒപ്പിട്ടുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന, പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തിനെയും മോചിപ്പിക്കാത്ത വിധം അവിടെ കൊണ്ടുവന്ന് ചതിച്ചവന്റെ പേരാണ് ജെഫ്രി എപ്സ്റ്റീൻ. അവന്റെ പേരാണ് എപ്സ്റ്റീൻ. സാധാരണ എല്ലാം വരുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഏതെങ്കിലും തെമ്മാടിയോ തോന്നിയാസിയോ എന്തെങ്കിലും കാണിച്ചാൽ ഉടൻ തന്നെ ഇസ്ലാമിന്റെ പേരിൽ എല്ലാവരും കുതിര കയറാറില്ലേ? അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രാജ്യത്ത് ISIS എന്ന് പറയുന്ന ഭീകര സംഘടന ലോകം മുഴുവൻ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്കും ഉത്തരവാദിയും മറുപടി പറയേണ്ടതും മുസ്ലിം കമ്മ്യൂണിറ്റിയല്ലേ? എന്നാൽ എവന്റെ ജാതി അന്വേഷിക്കാത്തതെന്താ? എവനെ ആരാണ് രംഗത്തിറക്കിയതെന്ന് പഠിക്കാത്തതെന്താ? ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം യവൻ മൊസദിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഇസ്രയേലിന്റെ ഒരു വളരെ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ലോകത്തൊരു നേതാക്കളും ഈ ഇസ്രയേലി അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൂടാ എന്നുള്ളതിന് ഒരുക്കിയ വലിയൊരു ഹണി ട്രാപ്പും കെണിയുമായിരുന്നു എന്നതാണ് സത്യം. എന്ന് മാത്രമല്ല, അതിൽ ചൂഷണം ചെയ്യപ്പെട്ട പെൺകുഞ്ഞുങ്ങളുടെ പ്രായം കൂടി കണക്കിലെടുക്കണം. നമ്മൾ പ്രത്യയശാസ്ത്രപരമായും മതപരമായും ഒക്കെ വലിയ വിചാരണ നടക്കുന്ന വേളയിൽ ഈ ജെഫ്രി എപ്സ്റ്റീന്റെ മതം എന്താണെന്നും ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അവരുടെയൊക്കെ ഔദ്യോഗിക മതം എന്താണെന്നും ആ ഔദ്യോഗിക മതത്തിന്റെ ഏത് മതദർശനമാണ് ഇത്തരം പ്രവൃത്തി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതെന്നും ലോകം മുഴുവൻ ആരാധിക്കുന്ന വീരപുരുഷന്മാരായി സാധാരണക്കാരും പോലും കാണുന്ന ഈ വിഗ്രഹങ്ങളൊക്കെ എത്ര മ്ലേച്ഛവും നീചവും മോശവുമാണെന്നും ഈ കാലത്ത് ലോകത്തെ തുറന്നു കാട്ടുകയാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ എപ്സ്റ്റീൻ ഫയലുകളിലൂടെ സംഭവിക്കുന്നത്. ഇന്ത്യയിലെ ഒരു മുതലാളി, അനിൽ അംബാനി മുതലാളി, ആ മുതലാളിക്ക് എന്തൊക്കെ സൗകര്യങ്ങളാ നമ്മുടെ മോഡിജി സർക്കാർ ചെയ്തു കൊടുത്തത്? എന്തെല്ലാം കരാറുകൾ നൽകി? പൊട്ടിപ്പോയിട്ടും അങ്ങനെ തകർന്നു പോകല്ലേടാ പൊന്നരുമേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചില്ലേ? ആർക്കറിയാം ഇത് ജെഫ്രി എപ്സ്റ്റീൻ പറഞ്ഞിട്ടല്ലെന്ന്? ആർക്ക് പറയാൻ കഴിയും? ഈ ലോകത്ത് നടക്കുന്നത് എന്തൊക്കെയാ? ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഇരുന്ന് കമന്റ് എഴുതിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങൾ പറഞ്ഞും നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ തന്നെ അസ്വസ്ഥമാക്കി നമ്മൾ തന്നെ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇവനൊക്കെ സൂഹിക്കുകയല്ലേ? സുഖമാണോ ഇത്? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എത്ര നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിയാണ്. കഷ്ടം. എന്നിട്ടും അവന്റെ മതവും ജാതിയും ഒരുത്തരും അന്വേഷിക്കുന്നില്ല എന്നതാണ് ഒരു സത്യം. ഇത്തരം പ്രവൃത്തികളിലൂടെ തലമുറയെയും ഒരു രാജ്യത്തെയും ഒരു സംസ്കാരത്തെയും ഒക്കെ കൊള്ള ചെയ്യുന്ന മഹാഭീകര സംഘടന ലോകത്ത് പ്രവർത്തിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണെന്നും അതിന്റെ ജാതിയുടെയും മതത്തിന്റെയും പേരെന്താണെന്നും കൂടി
ഇതുവഴി ഒന്ന് അന്വേഷിക്കപ്പെടട്ടെ ഓരോരുത്തരും.